ദിവസം കൂടി 4 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതില് അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ സൈജു എന്ന പേരുള്ള സഞ്ജു എന്നാണ് അയാളുടെ വിളിപ്പേര്. 40 വയസ്സ് പ്രായം, കല്ലമ്പലം സ്വദേശിയാണ്. അതുപോലെ തന്നെ നന്ദു 32 വയസ്സ്, അയാളും കല്ലമ്പലം സ്വദേശിയാണ്. പിന്നെ ഉണ്ണിക്കണ്ണൻ 39 വയസ്സ്, കല്ലമ്പലം സ്വദേശി. പ്രമീൺ 35 വയസ്സ്, അയാളും കല്ലമ്പലം സ്വദേശിയാണ്. ഈ 4 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഈ പിടിച്ചെടുത്ത MDMAക്ക് പുറമെ 2 വാഹനങ്ങൾ, പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറും അതുപോലെ തന്നെ ഈ MDMA കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അതുകൂടാതെ 17 ബോട്ടില് വിദേശ മദ്യം ഇതിനോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പ്രതികള് ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള സൈജു, ഈ പ്രതി ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ നിന്ന് കാറില് ഒരു വാടകയ്ക്ക് എടുത്ത പിക്കപ്പ് വാനില് ഇയാളുടെ നിർദ്ദേശപ്രകാരം ഈ സാധനം കടത്തിക്കൊണ്ട് കല്ലമ്പലം ഭാഗത്തേക്ക് വരികയായിരുന്നു. അതിനിടയ്ക്ക് ആണ് കല്ലമ്പലത്ത് വെച്ച് ഇത് ഡാൻസ് ഓഫ് ടീമും പോലീസും എല്ലാം കൂടി പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതികളെ ഇതിലെ 1-ാം പ്രതിക്ക് 2023 ഒരു കല്ലമ്പലത്ത് വെച്ച് തന്നെ 22 ഗ്രാം MDMA പിടിച്ച ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയാണ്. അതുകൂടാതെ വർക്കലയിലെ മറ്റൊരു കേസ് 8 ഗ്രാം കഞ്ചാവടക്കം MDMA ഒക്കെ പിടിച്ച 2022 ഒരു കേസുണ്ട്. അങ്ങനെ 2 കേസിലെ പ്രതിയാണ് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വർക്കല ഒക്കെ കേന്ദ്രീകരിച്ച് MDMA ബിസിനസ് നടത്തുന്ന ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇന്ന് അറസ്റ്റ് ആയിട്ടുള്ള സൈജു. നമ്മൾ ഈ 2 കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. ആ കേസുകളുടെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് ഇയാളിനെ കുറെ ദിവസങ്ങളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിന്റെ പരിസമാപ്തി എന്നുള്ള നിലയ്ക്കാണ് ഈ കേസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത്. ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു പരിശ്രമം തന്നെ പറയുന്നുണ്ട്. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ശ്രീ പ്രദീപ് കുമാർ, വർക്കല ഡിവൈഎസ്പി ശ്രീ ഗോപകുമാർ, ഡാൻസ് ഓഫ് ടീമിലെ സബ് ഇൻസ്പെക്ടർമാരായ സഹിൽ, അതുപോലെ തന്നെ അവിടുത്തെ വേറെ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറായ ബിജുകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസേഴ്സ് അനൂപ്, വിനീഷ്, ഉമറുൽ ഫറൂഖ് എന്നീ ഉദ്യോഗസ്ഥര് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കേസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. കേസിന് ഈ പ്രതികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടായിരിക്കും മറ്റ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ ഈ മെറ്റീരിയല് ഈ MDMA പിന്നെ ഒരു കേസിനകത്താക്കി അതിൻ്റെ ഉള്ളില് ഡേറ്റ്സ്, ഈന്തപ്പഴം വെച്ച് അതിനകത്താണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ബ്ലാക്ക് സർഫസ് ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഈ ഈന്തപ്പഴം വെക്കുന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. ഈന്തപ്പഴം ചുറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് നമ്മളെ സ്കാൻ ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് സർഫസ് ചിലപ്പോൾ ലൈറ്റ് എമിഷൻ കടത്തിവിടാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണോ എന്നുള്ളത് പരിശോധിക്കണം, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന്റെ നമുക്ക് സാധിക്കും, കണ്ടെത്താൻ സാധിക്കും. അത് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് ഈ വർഷം തന്നെ, ഇത് 4ാമത്തെ ട്രിപ്പാണ് വിദേശത്ത് പോയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഇയാൾ ഇത്തരം ഓൾറെഡി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ശൃംഖലയിൽപ്പെട്ട മറ്റ് പല ആളുകളും ഇതുപോലെ തന്നെ പല MDMA കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അതിന് മുമ്പും ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 3 പേരുടെ റോൾ എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷിക്കാനിരിക്കുന്നു. അതിലെ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ
ടെമ്പോ വാൻ ഓടിച്ചത്. അത് ഈ 1-ാം പ്രതിയുടെ ആവശ്യപ്രകാരമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് മുൻപ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, ഇനി ഇതേ വേദി ഉപയോഗിച്ച് മുമ്പും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കും. അത് ഇതിന്റെ മുൻപ് അറസ്റ്റ് ചെയ്ത കേസുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ 2 കേസിലും ഹാബിച്വലായിട്ട് MDMA ബിസിനസ് നടത്തുന്ന പ്രതികളാണ് ആ കേസിൽ അന്ന് അറസ്റ്റ് ചെയ്തത്. അതിന്റെ സോഴ്സ് ഈ പ്രതിയായിരുന്നു. ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു അന്ന് ഈ സാധനം സപ്ലൈ ചെയ്തത്. അപ്പോ ഈ അന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാം ഈ തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലൊക്കെ, എറണാകുളം ഭാഗങ്ങളിൽ പോലും ഈ സാധനം സപ്ലൈ ചെയ്യുന്ന എല്ലാം പ്രധാനപ്പെട്ട കണ്ണികളാണ്. അത് വിശദമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലിനിപ്പോ കുടുംബാംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ, അതിനുവേണ്ടി സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോടുകൂടി വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ്